ഇവിടെ ക്ലബിൽ എന്താ ജോലി തരാന്ന് പറഞ്ഞിട്ടാണ് അയ്യപ്പണ്ട് കൊടുത്തിട്ടുള്ളത്. മോനെ നാട്ടില് 300 പണിയിട്ടുണ്ട്, അത് നിൽക്കായിരുന്നില്ലേ? അതല്ലേ നല്ലേ? അയ്യൂപ്പ് കൊടുന്നല്ലേ? അയ്യോ പൈസ കൊടുത്ത് കൊടുന്നതിനാണ്. എന്നാലും എനിക്കൊന്ന് പറഞ്ഞു കൊടുത്തൂടെ? കല്ല് പുറത്ത് കൊടുത്തു. അയ്യൂബിന് കത്ത് കൊടുത്തിട്ടുണ്ട്, കടലെന്തെങ്കല്ല കത്താ പെണ്ണിന്റെ അളിയാ കണ്ണയക്കില്ലേ? ഉറങ്ങാൻ സമ്മതിക്കൂല എല്ലാരും കൂടിയിട്ട് കലക്കില്ല കുറച്ച്. ഞാനില്ല നിങ്ങളെപ്പോ വരിക? അല്ല എന്താ പിന്നെ ഇപ്പൊ പോയാള് എന്നെങ്ങനെ നോക്കിട്ട് പോകാൻ കാരണം? അത് അയാൾ അങ്ങനെ തന്നെ, കുഴപ്പമില്ല. അങ്ങനെ തന്നെ മുഖലക്ഷണം കണ്ട എന്തൊരു കളലക്ഷണമുള്ള അതല്ല. നാട്ടിൽ തന്നെ പരിചയം ഉണ്ടോ നിങ്ങള്? നാട്ടിൽ ഞാൻ പരിചയം ഇങ്ങനെയല്ലേ അയാളുടെ സംസാരം. ഓക്കെ വിഷമായിട്ട് ഇപ്പോൾ തന്നെ ഞാൻ ചെയ്തിരുന്നു. എന്താ ചെയ്യാ? ഓക്കെ എന്നാ രാവിലെ വിളിക്കാം. ഞാൻ റൂമിലെത്തി, ഭയങ്കര ടയർഡായി. എന്താടാ ഭക്ഷണം കഴിച്ചില്ലേ? ഭക്ഷണം കഴിച്ചു. ഭക്ഷണം എന്താ കഴിച്ചേ? പൊറാട്ട. ഇപ്പൊ കൂടെ പൊറാട്ട കഴിച്ച്. പൊറാട്ടല്ല, കുബൂസും കറി കൊടുക്കും. ശരി, അത് പൊറാട്ടല്ല പോലെ കുബൂസ്. ഇനി മുതൽ നമ്മുടെ ജീവിതത്തിൽ കുബൂസിന് വളരെ ഒരു പ്രധാന വേഷമുണ്ട്, മനസ്സിലായില്ല? എന്നാ പിന്നെ ഉറങ്ങല്ലേ? എനിക്ക് നാളെ 8 മണിക്കാണ്. ആയിക്കോട്ടെ, ഉറങ്ങുന്നു. എനിക്കോ? ഞാനെവിടെ ഇറക്കുക? ഈ ആ കട്ടുമ്പോ വരുന്നോ? ഞാനും അപ്പൊ എന്റെ അളിയനോ? നിങ്ങളെവിടെ കിടന്നു? ഞാനെവിടെ കിടന്നു? എന്നാ പിന്നെ എല്ലാവർക്കും കിടക്കാമല്ലോ. എവിടെ കിടന്നോളൂ. അമ്മ എന്റെ അമ്മ എന്നെ ആരോ അടിച്ചു. അയ്യൂബേ, എന്നാ നിന്റെ തലയുടെ ബാഗിൽ ആരോ അടിച്ചു. ആരടിച്ച്? ആരും അടിച്ചില്ല അറിയില്ല. എപ്പോഴാ? ഇപ്പൊ ഞാൻ ഉറങ്ങിയിരുന്നു. ആരടിക്കാനാണ്? അയ്യോ തലക്കാരൻ അടിച്ചത്ര. സ്വപ്നം കണ്ടോ മോനെ? അവന്റെ തല ഇവന്റെ തല എന്താ പോലെ വെച്ച് ഈ ഉറക്കത്ത് കണ്ടതായിരിക്കും മോനെ. ഇത് ദുബായി, അവിടെ വെറൈറ്റി സ്വപ്നങ്ങളെല്ലാം. ആളെയാ കിടന്നു ഉറങ്ങണം. ആരാണ് വന്നടിക്കാൻ തലക്ക്? അയാളെ നല്ല ഉറക്കാണ്. ജീവിതം മുഴുവൻ ഉറങ്ങി തീർക്കുന്നു. എന്താ വേദന ഉണ്ടോ? ആ മറ്റേ മരുന്നില്ല വേദന കഴിക്കുന്നു. അതല്ല, ഇതിപ്പോ ആരടിച്ചതെന്ന് നമുക്ക് അറിയണ്ടേ? മുറിക്കടിക്കുന്നു. മുറിക്കടിക്കണൊക്കെ പിന്നെ അടിക്കാം. നമുക്കിപ്പോ ആരടിച്ചതെന്ന് അറിയണ്ടേ? എവിടെ തട്ടിക്കാതെ ഡോറ് തുറന്ന് എടുക്കുന്നുണ്ടല്ലോ. ആര് വന്നിവിടെ? ആ ഫിലിപ്പീൻ നമുക്ക് പാകിസ്ഥാൻകാർക്ക് അന്തയില്ലാത്തവരാ. അതോ ഇടിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ഹലോ നിക്ക് നിന്ന്. നല്ല വേദന ഉണ്ടോ? നല്ല വേദന ഉണ്ട്. ഈ ഓല വെച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? മറ്റേ ഇനിയിപ്പോ ഹോസ്പിറ്റലിൽ പോവാ. ചോറൊന്നും വരുന്നില്ല. ചെറിയൊരു അടി ആരും അടിച്ചത് കുഴപ്പമില്ലടാ. അന്റെ തല അല്ലേ, കുഴപ്പമൊന്നുമില്ല. എന്നാലിപ്പോ ആരെയും നേരത്തെ വന്ന് അടിക്കുന്നു. ഞാൻ ഉറങ്ങുമ്പോഴാണ് അടിച്ചത്. തോന്നിയതാവോ? അല്ലല്ല, എനിക്ക് ഇവിടെ നല്ല ഭയങ്കര വേദന ഉണ്ട്. ഇന്ന് ഉറങ്ങല്ലേ സാറേ? ഇനിയിപ്പോ രാവിലെ നമുക്ക് അന്വേഷിക്കാം. വേദന ഉണ്ട് ഇപ്പൊ? ഇല്ല, കുറച്ച് കമ്മിയുണ്ട്. രാവിലെ നമുക്ക് അന്വേഷിക്കപ്പോ കിടന്നു പോയിട്ടൊന്നും ഇപ്പൊ കാര്യമില്ല. ഉറങ്ങിക്കോ കേട്ടാ. പിന്നെ ലൈറ്റ് ഓഫ് ചെയ്യട്ടെ. ഈ പന്നികളൊന്നും വീട്ടിക്കൂല, പാട് കച്ചറിയാണ്. ഹലോ, ആ ഇടീച്ചോ? എന്താ രാവിലെ നാട്ടിൽ മുറ്റടിക്കണ മാതിരി ഇവിടെ റൂമിന്റെ ഉള്ളടിക്കണേ? അത് ശരി, റൂം വൃത്തിയാക്കണ്ട രാവിലെ. ഈ കാര്യത്തിൽ ആ ബ്രഷ് കൊണ്ടേക്ക് ഫോൺ അടിച്ച് പഠിക്കണ്ട. എന്തേ അടിക്കുന്നോ? വേണ്ട, ഇന്നിപ്പോ അതൊന്നും നീ ചെയ്യണ്ട. പണിയൊക്കെ പറഞ്ഞു കൊടുക്കൂല. എന്താ ചെയ്യാ? നാട്ടിലാകുമ്പോ ഉമ്മയും പങ്ങന്മാരെല്ലാം വന്ന് ചെയ്തു കൊടുക്കും പണിയൊക്കെ. ഇവിടെ അവരൊന്നും ഇല്ല. അപ്പുറം ഫാമിലി ആയിട്ട് കൊണ്ടുവന്നാലേ 1,00,000 ഉറുപ്പിയൊക്കെ ശമ്പളം വേണം പോലെ ഫാമിലിയിലൂടെ കൊണ്ടുവരണമെങ്കിൽ. മനസ്സിലായോ? ഇന്ന് ഫുള്ളായിട്ട് കാണിച്ചോളാം, നാളെ കാണിച്ചോളാം. ഈ അടിക്കണില്ലല്ലോ, തനക്ക് ഇവിടെ പണിയൊന്നുമില്ലല്ലോ. തപ്പിപ്പിടിക്കേണ്ട പണി. ഞാൻ ബാത്റൂമിൽ പോയിട്ട് വരാം. ഇതോ ബാത്റൂമിൽ പോണോ?
കത്തോട് വെച്ചിരുന്നല്ലോ. ഞാൻ ബാത്റൂമിൽ പോയാലോ. എന്തേ കത്തെടുക്കാണ്ട് ഈടെ പോന്നെ? എടാ എന്റെ കത്ത് താടാ. അല്ലാതെ ഞാൻ ബ്രഷ് ചെയ്തിട്ടുണ്ട് വരാം, എന്നിട്ട് ബാത്റൂമിൽ പോയിക്കോട്ടെ. അലക്ക് കത്ത് ഇവിടെ വെച്ചെന്ന് ഓർമ്മട്ടില്ല. ഇതിൽ വെച്ചിരുന്നു ഞാൻ ഇവിടെ. അതിന് ഇപ്പൊ എങ്ങനെ ബാത്റൂമിൽ പോന്നെ? ബാത്റൂമിൽ ഒരു 10 മിനിറ്റ് ഇരുന്നാലൊക്കെ. ബാത്റൂമിൽ പോയിക്കോട്ടെ. ബാത്റൂമിൽ പോയിരുന്നാല് 10 മിനിറ്റ് ബാത്റൂമിൽ പോയിരുന്ന മറന്നൊക്കെ ഓർമ്മ വരും പെട്ടെന്ന്. ഇത് അമേരിക്കക്കാരൻ എന്റെ തല കാണാൻ കേട്ടോ. വളരെ വലിയ ബുദ്ധിയാണല്ലോ. അവനെ പോയിട്ട് ബാത്റൂമിൽ അതുപോലെ അവനൊന്ന് പോയിരുന്നോട്ടെ. ആയിക്കോട്ടെ. അവിടെ അതില് ഇന്നലെ ഇരുന്നില്ലേ? ക്ലോസറ്റ് ആണല്ലേ, 2 പോണം എന്നാലേ ഓർമ്മ വരുള്ളൂ. ശരിയാ. ഇതേ യൂറോപ്പൊക്കെ കുതിര ഇരുന്നിട്ടുള്ള ശീലമൊന്നുമില്ല. അത് കാണിച്ചു കൊടുക്കാൻ അവന് ഇരിക്കണ്ടേ എങ്ങനെയാണ്? അവന് മറ്റേ പറഞ്ഞില്ലേ ഇനി മറ്റു മലബാരി ക്ലോസറ്റ് 2 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. മോനെ പോയി തൂറിക്കാൻ പോലെ ഇവിടെയൊക്കെ ഇതൊക്കെ അത് ആ ഇരിക്കുന്ന സാധനല്ലേ, അത് പൊക്കിയിട്ട് അതിലിരുന്നാ മതി. അത് കാണിച്ചു കൊടുക്കാൻ ഇങ്ങോട്ട് വന്നേ. അവനെ ഇങ്ങനെ നാട്ടിക്കാനായിട്ട് വന്നതായിരുന്നു. വന്നേ. ഇതാണ് എനിക്ക് എന്തെന്നാണ് മനസ്സിലാവാത്തത്. ഇത് മനസ്സിലായില്ല? ഇതാണ് നമ്മൾ ഇരിക്കേണ്ട സ്ഥലം. ഈ മറ്റേ കാല് വെച്ചിട്ടുള്ള ഇരിക്കൽ നടക്കൂല, ചന്തി വെച്ചിരിക്കണം. ഒന്ന് ഇരുന്ന് നോക്കി. നിങ്ങളൊക്കെ പുറത്ത് പോയിക്കോ, ഞാൻ ഇരുന്നുണ്ട്. എന്നാ പിന്നെ നന്നാണ് ഇരിക്കി. നോക്ക്, ഈ കാട്ടങ്ങളൊന്നും ഇതിന്റെ പുറത്തൊന്നും ആക്കണം. മറ്റവൻ വന്നിട്ട് ഉള്ളിൽ തന്നെ സാധിപ്പിക്കണം കേട്ടാ. വേഗം എടുക്കാതെ നമുക്ക് പുറത്തൊന്ന് കറങ്ങിട്ട് വരാം. ഫയലൊന്നും കണ്ടില്ല. ഓക്കെ, ബാക്കിയുള്ളവരൊക്കെ അവിടെ വെയിറ്റ് ചെയ്യുന്നു. വേഗം കിട്ടാം. കാണാറുണ്ട്.